ഹലോ സുഹൃത്തുക്കളെ, ക്രിയേറ്റിംഗ് സ്റ്റോറീസ് ടൂറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ മലേഷ്യൻ യാത്രയിൽ ഞങ്ങൾ 3 ദിവസം സ്റ്റേ ചെയ്ത് സിറ്റി സെൻറ്ററിലുള്ളൊരു കോസ്മോ ഹോട്ടലിലായിരുന്നു. ഇവിടെ 15 നിലകളിലായി 343 മുറികളുണ്ട്. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. രാവിലെ 7:30 തൊട്ട് 10 വരെ സെർവ് ചെയ്യുന്നുണ്ട്. ബൊഫേ സിസ്റ്റമാണ്. ഇവിടെ 2 ഫ്രഷ് ജ്യൂസസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സഡ് ഫ്രൂട്ടും ഒരു ലെമണുമാണ്. പിന്നെ ഇത് എക്സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എപ്പോഴും ഇവർ ഓംപ്ലേറ്റ് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്ന കണക്കിന് അവർ നമുക്ക് തരും. പിന്നെ കുറേ ഇന്ത്യൻസ് വിസിറ്റ് ചെയ്യുന്ന ഹോട്ടലായതുകൊണ്ട് തന്നെ ഇവർക്ക് നമുക്കൊരു ഇന്ത്യൻസിന് വേണ്ടിയിട്ടൊരു മെനുവിൽ കുറച്ച് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഉപ്പുമാവ്, ചട്നി, ലെമൺ റൈസ്, അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ അവരുടെ ഒരു മലേഷ്യൻ ടൈപ്പ് വെജിറ്റേറിയൻ കറി, പിന്നെ വട. നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റൊന്നുമല്ല, എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പല രാജ്യത്തു നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ചൈന, മലേഷ്യ, അങ്ങനെ. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇവരോട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നാസി ലെമാക്കാണ്, ഒരു മലേഷ്യൻ ഡിഷാണ്. അതിൻ്റെ കൂടെ എടുക്കുന്ന ഐറ്റംസാണ്. നമ്മളെടുത്തില്ല, ബോയിൽഡ് എഗ് മാത്രമേ എടുത്തുള്ളൂ. നമ്മുടെ വൈറ്റ് റൈസ് പോലെ തന്നെ ഇരിക്കും. ഇതും അത് തന്നെ, നാസി ലെമാക്കിൻ്റെ വേറെ എന്തോ കണ്ടിട്ട് നമ്മുടെ കഞ്ഞി പോലെയുണ്ട്. അതിൻ്റെ കൂടെ എടുക്കുന്ന ഐറ്റംസാണ്. എല്ലാത്തിനും കുറേ മീനും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതിൻ്റെ കൂടെ കാണാം. പിന്നെ ഈ കാണുന്നത് ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പ് നല്ലതായിരുന്നു. നമ്മുടെ അടുത്ത് നല്ല ചൂടോടെ അവർ സെർവ് ചെയ്ത് നമ്മളെടുത്തായിരുന്നു കുറച്ചും. പിന്നെ ഇത് സൂപ്പിൻ്റെ കൂടെ എടുക്കുന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് പാസ്ത അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ ഇത് ബോയിൽഡ് ബീൻസ്. എല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇത് ഡാർക്ക് സോയാ സോസിൽ പ്രിപ്പയർ ചെയ്ത ചിക്കൻ. എടുത്തെങ്കിലും അധികം കഴിക്കാൻ പറ്റിയില്ല. എല്ലാം ഒരു രുചി നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു നൂഡിൽസ്, ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് അധികം എടുത്തില്ലത്. പിന്നെ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇവിടെ നമുക്ക് എടുത്തിട്ട് സെൽഫ് സർവീസാണ്. പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ ഡൈനിങ്ങിന്. നമുക്ക് എടുത്തിട്ട് അപ്പുറത്ത് പോയിരുന്ന് കഴിക്കാം. ഇവിടെ നമുക്ക് ടീയും കോഫിയും ഉണ്ട്. ഇത് പ്രിപ്പയർ ആക്കിയിട്ടില്ല. നമ്മൾ മിൽക്ക് ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇത് അവിടുത്തെ സലാഡ് സെക്ഷനാണ്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മയോണൈസ് അങ്ങനത്തെ കുറച്ച് അതിൻ്റെ കൂടെ അഡീഷൻസും ഉണ്ട്. നമുക്ക് വേണ്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് സലാഡ്സിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. കുറച്ച് വെജിറ്റബിൾസും അതിൻ്റെ സോസസും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ഇത് മിൽക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ചോക്കോസ്, മില്ലറ്റ്സ് അങ്ങനത്തെ ഐറ്റംസാണിത്. പിന്നെ അപ്പുറത്തൊരു ബ്രെഡ് സെക്ഷൻ ഉണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അങ്ങനത്തെ കുറച്ച് ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അപ്പുറ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡെസേർട്ട് സെക്ഷനാണ്. ഇവിടെ ഒരു കേക്ക്, പുഡിങ്, പിന്നെ ഇത് ബ്രെഡ് പുഡിങ്, അതിൻ്റെ കൂടെ വാനില സോസ് അങ്ങനത്തെ ഐറ്റംസാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ മെനു. അത് നമുക്ക് വേണ്ടത്ര ഐറ്റംസ് വേണ്ടത്ര എടുത്ത് കഴിക്കാം. അൺലിമിറ്റഡ് ബൊഫേ ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.